അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, സർഗാവിഷ്കാരങ്ങൾക്ക് പുതിയ ഭാവങ്ങളും വേഷങ്ങളും നൽകിയ ഈദ് റബീഇൻ്റെ മഹത്തായ വേദിയിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം സംവരണം, ഭരണഘടന നൽകുന്ന സാമൂഹ്യ സുരക്ഷ എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ചാണ്. കാലം മാറിടും, കാഴ്ചകൾ മാറിടും, മനുഷ്യർ മാറിടും, പക്ഷേ നീതിയുടെ അളവുകോൽ ഒരിക്കലും മാറരുത്. ഈ വാക്കുകൾ ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ അതിപ്രസക്തമാണ്. പ്രത്യേകിച്ചും സംവരണം എന്ന സങ്കീർണവും ചർച്ചാ വിഷയവുമായൊരു വിഷയത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് സംവരണം. ഒരു സാമൂഹിക നീതിയുടെ പ്രതീകമായി നാം ഇതിനെ കാണുന്നു. എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമായിരുന്നു, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും തുടരുകയാണ്. ഒരു കാലത്ത് അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംവരണം സഹായിച്ചു. എന്നാൽ ഇന്ന് ഈ സംവരണം തന്നെ ഒരു പുതിയ തരം അസമത്വത്തിന് കാരണമായി മാറിയോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. സംവരണത്തിൻ്റെ ചരിത്രം, ഭരണഘടനയിലെ സ്ഥാനം, സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം ഇതിൻ്റെ പോരായ്മകളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യാം. സംവരണം എന്നത് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഈ പ്രശ്നത്തെ നേരിടാൻ നമുക്കൊരു സമഗ്രമായ സമീപനം ആവശ്യമാണ്. സംവരണം എന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവേശനത്തിൽ ഒരു നിശ്ചിത അനുപാതം സംവരണം ചെയ്യുന്നൊരു നയമാണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15-ലും 16-ലും പരാമർശിച്ചിരിക്കുന്നൊരു വിഷയമാണ്. സംവരണത്തിൻ്റെ ആവശ്യകത ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രധാനമായും നമ്മുടെ രാജ്യത്ത് പല നൂറ്റാണ്ടുകളായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം, ജോലി എന്നിവ ലഭിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ നേരിട്ടു. സംവരണം ഈ ചരിത്രപരമായ അനീതി പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ്. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് സാമ്പത്തിക, വിദ്യാഭ്യാസം എന്നിവ ലഭിക്കുന്നതിന് അവരുടെ അവസരങ്ങൾ. ഇനി നമുക്ക് സംവരണത്തെക്കുറിച്ചുള്ള നിരവധി വിമർശനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ, ഒരു സംവരണം എന്നതൊരു വിവാദ പരിഷ്കാരമാണ്. ഒരു പ്രധാന വിമർശനം എന്നത് സംവരണം മെറിറ്റിനെ ബാധിക്കുന്നു എന്നതാണ്. എന്നാൽ മെറിറ്റ് എന്നത് കേവലം ഒരു അക്കാദമിക യോഗ്യത മാത്രമല്ല, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം, അവസരങ്ങൾ എന്നിവയും മെറിറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. സംവരണം വിഭാഗീയത വർദ്ധിപ്പിക്കുന്നു എന്നും ആരോപിക്കപ്പെടുന്നു. എന്നാൽ സംവരണത്തിൻ്റെ ലക്ഷ്യം തന്നെ സമൂഹത്തിലെ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ്. മറ്റൊരു വിമർശനം സംവരണം മറ്റുള്ളവരുടെ അവസരങ്ങൾ കുറയ്ക്കുന്നു എന്നതാണ്. എന്നാൽ ഒരു നിശ്ചിത ശതമാനം സീറ്റുകൾ മാത്രമാണ് സംവരണം ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഇപ്പോഴും അവസരങ്ങൾ ഉണ്ട്. സംവരണം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. ഇത് ചരിത്രപരമായ അനീതി പരിഹരിക്കാനും സമൂഹത്തിൽ സാമൂഹിക സമത്വം കൈവരിക്കാനും സഹായിക്കുന്നു. സംവരണത്തെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇതൊരു അനിവാര്യമായ നയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സംവരണം നമ്മുടെ രാജ്യം വികസിപ്പിക്കുന്നതിനും പുരോഗമിക്കുന്നതിനും അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.